സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട സംഘടനയിലെ അംഗങ്ങൾക്ക് സ്വീകരണവും ആദരവും നൽകി. കാഞ്ഞങ്ങാട്ട് വെങ്ങിച്ച് നടത്തിയ പരിപാടി മണ്ഡലം എംഎൽഎ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 2025 മത്സരിച്ച് വിജയിച്ച സംഘടനാംഗങ്ങളായ സഹപ്രവർത്തകർക്കാണ് സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും ആദരവും നൽകിയത്. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ എം.എൻ സ്മാരക മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടി മണ്ഡലം എംഎൽഎയും CPI നേതാവുമായ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അതല്ലാതെ ഒരു അത്ഭുതങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയും. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം അവിടെയുള്ള സാമ്പത്തിക പരിമിതി എന്നൊരു പ്രധാനപ്പെട്ട സാമ്പത്തികമായി ശേഷിയുള്ള പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ അവർക്ക് അവിടെ ആവശ്യങ്ങളെല്ലാം അവിടെ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം. പക്ഷേ നീതിപൂർവമായി ആ പഞ്ചായത്തിലെ ധന വിഭവങ്ങൾ, അവിടെയുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ നീതിപൂർവമായി വിതരണം ചെയ്യണം, എല്ലാ മേഖലകൾക്കും ലഭിക്കണം എന്ന ആവശ്യമൊക്കെ അവർക്ക് ഉന്നയിക്കാൻ കഴിയും. ആ കാര്യങ്ങളെ ജനങ്ങൾക്ക് നേടാൻ കഴിയും, എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയും. ചടങ്ങിൽ കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ബാലനോളിയക്കാൽ അധ്യക്ഷനായി. കോടമ്പോളൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ടി കൃഷ്ണൻ, അജാനൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എ തമ്പാൻ, പിരിക്കൂട് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട BM കുമാരൻ, മടിക്കി പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പി ഓമന, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പി ഗോവിന്ദൻ എന്നിവരെ കൂടാതെ 100 വയസ്സ് തികഞ്ഞ കണ്ടംകുട്ടിച്ചാലിലെ കെ പക്കീരന് പ്രത്യേക ആദരവ് നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ മിനിമോൾ, BP അഗിത്തായ എന്നിവർ ആശംസകൾ നേർന്നു. 2026 സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണത്തിനും ഇതോടൊപ്പം തുടക്കം കുറിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV കൃഷ്ണൻ, മുതിർന്ന അംഗം K പക്കീരന് ആദ്യ അംഗത്വം കൈമാറി. വയോജന പെൻഷൻ 5000 രൂപയാക്കണമെന്നും വയോജന വകുപ്പ് രൂപീകരിക്കണമെന്നും വയോവന്ദന സൗജന്യ ചികിത്സാ പദ്ധതി ആരംഭിക്കണമെന്നും റെയിൽവേ യാത്രാക്കൂലി ഇളവ് പുനഃസ്ഥാപിക്കണമെന്നും പരിപാടി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി തമ്പാൻ മേലത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി V സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.